പി ആർ സുനിൽ, വടക്കവണ്ണ മധുരയിലെത്തിയെന്ന് തോന്നുന്നു. എപ്പോഴാണ് മധുരയിലെത്തിയത്? തമിഴൊക്കെ ഒത്തിരി വശമുണ്ടെന്ന് തോന്നുന്നു അല്ലേ പി ആർ സുനിൽ? വണക്കം അരുൺ. ഏതായാലും ഇന്നലെയാണ് മധുരയിൽ എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മധുരയിലെ തമുക്കം കൺവെൻഷൻ സെന്ററിന് മുമ്പിലാണ്. ഈ തമുക്കം എന്ന് പറയുന്നത് നേരത്തെ ഒരു മൈതാനമായിരുന്നു, പിന്നീടാണ് അതൊരു കൺവെൻഷൻ സെന്റർ ആയത്. കൺവെൻഷൻ സെന്ററിന് മുമ്പിൽ മധുര മീനാക്ഷിയുടെ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മധുര മീനാക്ഷിയുടെ ഈ ഒരു പ്രതിഷ്ഠയുള്ള ഈ ഒരു കൺവെൻഷൻ സെന്ററിലാണ് CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് ചേരാൻ പോകുന്നത്. ഈ തമുക്കം കൺവെൻഷൻ സെന്ററിന് മുന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയൊരു കോട്ടവാതിൽ തന്നെ പണിതിട്ടുണ്ട്. തമിഴ്നാട് എന്നത് CPIM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ നല്ല വേരോട്ടമുള്ള ഒരു മണ്ണായിരുന്നു. വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് തമിഴ്നാട്. രാഷ്ട്രീയമായി CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ എത്രത്തോളം തമിഴ്നാട്ടിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ അപ്പോഴും സംഘടനാപരമായി വലിയ പോരാട്ടങ്ങൾ, പ്രത്യേകിച്ച് ജാതീയതയ്ക്കെതിരെ, ഫ്യൂഡലിസത്തിനെതിരെ ഒക്കെ തന്നെ വലിയ പോരാട്ടങ്ങൾ, കർഷകർക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടുത്തെ സേലം ജയിലിലൊക്കെ തന്നെ നടന്ന പോലീസ് വെടിവെപ്പിൽ നിരവധി കർഷകർക്കാണ് ജീവൻ നഷ്ടമായത്. അങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ച പോരാട്ടങ്ങളുടെ ഭാഗമായി നിന്ന ഒരുപാട് പോരാളികളുടെ മണ്ണാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ 4ാം തവണയാണ് CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. മധുരയിൽ തന്നെ ഇത് 2ാം തവണയാണ് CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. എന്തുകൊണ്ടാണ് CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് തമിഴ്നാട്ടിൽ ചേരുന്നത് എന്നത്, മധുരയിൽ ചേരുന്നത് എന്നതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്നത്, സംഘടനാപരമായ പ്രസക്തി എന്നത് ഈ മണ്ണിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പോരാട്ടത്തിനുള്ള ഒരു സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ DMK സർക്കാരുമായൊക്കെ തന്നെ CPIM ഒരു നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ഏതായാലും അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ മധുരയിൽ നടക്കാൻ പോകുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് CPIM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആരാകും എന്ന് തന്നെയാണ്. രണ്ടാമത്തെ വിഷയം, സംഘടനാപരമായും രാഷ്ട്രീയപരമായും CPIM എന്ത് തീരുമാനമെടുക്കും എന്നതാണ്. 10 വർഷം മുൻപ് CPIM-ന്റെ ഏറ്റവും വലിയ ശത്രു എന്നത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനെ, വലതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തമായി നേരിടുക എന്നത് തന്നെയായിരുന്നു അതുവരെയുള്ള എല്ലാ പാർട്ടി കോൺഗ്രസുകളിലും CPIM എടുത്തിട്ടുള്ള രാഷ്ട്രീയ ലൈൻ എന്നത്. എന്നാൽ അതിനുശേഷം ഈ രാഷ്ട്രീയ ലൈനിൽ മാറ്റം വന്നു. BJP-യെ മുഖ്യ ശത്രുവായി മാറ്റി. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് സഹകരണമാകാം എന്ന നിലയിലേക്ക് വന്നു. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായി ചേർന്ന് CPIM മത്സരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ഈ പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ CPM കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ തന്നെയാണ് CPIM മത്സരിക്കുന്നത്, ഇടതുപക്ഷ പാർട്ടികൾ മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ ലൈനിൽ എന്തെങ്കിലും ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഈ 24ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോകുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ CPIM വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്ന് കോൺഗ്രസിൻ്റെമായി സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോയപ്പോൾ സംഘടനാപരമായി CPM എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. സംഘടനാപരമായി ഒരുപാട് ദൗർബല്യങ്ങൾ CPM നേരിടുന്നുണ്ട്. സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സംഘടനാപരമായി കൂടുതൽ ശക്തിപ്പെടേണ്ടതിൻ്റെ ആവശ്യകത വിളിച്ചു പറയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് മധുരയിൽ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ എന്തൊക്കെ തീരുമാനമായിരിക്കും CPIM സ്വയം വിമർശനമായി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എടുക്കാൻ പോകുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു വളരെ നിർണായകമായൊരു സമ്മേളനമാണ് ഇവിടെ തമുക്കം ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി വരും ദിവസങ്ങളിൽ 6-ാം തീയതി വരെ റിപ്പോർട്ടറിന്റെ വലിയൊരു വാർത്താ സംഘം മധുരയിൽ നിന്ന് തത്സമയം CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ വിശദ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പി ആർ സുനിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഇപ്പോൾ മധുരയിൽ വിവിധ വാർത്തകൾ നൽകാനായി വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരും. പ്രതികരണങ്ങൾ നമുക്ക് കാണാം. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം MA ബേബി ആകുമോ ജനറൽ സെക്രട്ടറി എന്നുള്ളതാണ്. EMS-ന് ശേഷം അങ്ങനെയാണെങ്കിൽ ഒരു മലയാളി, കേരള ഘടകത്തിൽ നിന്നുള്ള ഒരാൾ ജനറൽ സെക്രട്ടറി ആവുന്നു എന്ന പ്രത്യേകതയുണ്ട്. EMS-ന് ശേഷം മറ്റൊരു മലയാളിക്കും ജനറൽ സെക്രട്ടറി ആവാൻ കഴിഞ്ഞിരുന്നില്ല. കോർഡിനേറ്ററായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രകാശ് കാരാട്ട് വന്നിട്ടുണ്ട്. മലയാളി കൂടിയാണ് പ്രകാശ് കാരാട്ട്, പക്ഷെ വന്നത് ഡൽഹിയുടെ പ്രതിനിധി എന്ന നിലയിലാണ്.